ഹലോ ഡിയേഴ്സ്, എന്തുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ട് സേഫായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തേത് ഒരു അൺബോക്സിങ് വീഡിയോ ആണ്. ഞാൻ മോൾക്കായിട്ട് വാങ്ങിച്ച കുറച്ച് സാധനങ്ങളാണ് നമ്മളിന്ന് അൺബോക്സ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇതെല്ലാം ആമസോണിൽ നിന്ന് വാങ്ങിയതാണ്. അപ്പോൾ നമുക്ക് എന്തൊക്കെ സാധനങ്ങളാണുള്ളതെന്നുള്ളത് നോക്കാം. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുൻപ് നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്ലീസ് ആ റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. കൂടെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്യുക. ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്യുമ്പോൾ ഓൾ എന്ന ഓപ്ഷൻ തന്നെ ചൂസ് ചെയ്യുക. നമുക്ക് വേഗം വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് ആദ്യത്തെ പാക്കറ്റ് തുറന്ന് നോക്കാം. ഇതൊരു പട്ടുപാവാടയാണ്. അപ്പോൾ ഈ ഡ്രസ്സിൻ്റെ ബ്രാൻഡ് എന്ന് പറയുന്നത് സ്റ്റാൻവെൽസ് കിഡ്സ് ആണ്. നമ്മൾ ഇതിനു മുൻപ് ഒരു എത്നിക് വെയർ ആൻഡ് പാർട്ടി വെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് 2 ഡ്രസ്സ് ഇതേ ബ്രാൻഡിൻ്റെ ഞങ്ങൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. അത് വളരെയധികം ഇഷ്ടമുള്ള ഒരു ബ്രാൻഡാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ഇത് വാങ്ങാനായിട്ട് ഉദ്ദേശിച്ചപ്പോൾ ഇവരുടെ ബ്രാൻഡ് തന്നെ ചൂസ് ചെയ്തത്. അപ്പോൾ ആദ്യത്തെ കാഴ്ചയിൽ വളരെയധികം ഇഷ്ടപ്പെട്ടു. എക്സാക്റ്റായിട്ട് ഞാൻ ആ ഫോട്ടോയിൽ കണ്ട പോലെ തന്നെയുണ്ട് ഡ്രസ്സ്. മാത്രമല്ല മെറ്റീരിയൽ ആണെങ്കിലും ഫിനിഷിംഗ് ആണെങ്കിലും സ്റ്റിച്ചിങ് ആണെങ്കിലും ഒക്കെ നല്ല ക്വാളിറ്റി ആണെന്നാണ് കണ്ടിട്ട് തോന്നുന്നത്. അതുപോലെ തന്നെ കുട്ടികൾക്ക് ഡിസ്കംഫർട്ടൊന്നും തോന്നാതിരിക്കാനായിട്ട് ഇതിനുള്ളിലും നല്ലൊരു സ്മൂത്ത് ലൈനിങ് അവർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ സ്റ്റോൺ വർക്കും അതുപോലെ ത്രെഡ് വർക്കും ബ്ലൗസിൽ വരുന്നുണ്ട്. പിന്നെ നല്ല ബ്രൈറ്റ് പിങ്ക് ആയിട്ടുള്ള ഒരു കളറാണ്. എക്സാക്റ്റ് ആ ഫോട്ടോയിൽ കാണിച്ച അതേ കളർ തന്നെയാണ്. ഈ വീഡിയോയിൽ ആക്ച്വലി അത് ഒരു റെഡിഷ് ടിൻറ്റോട് കൂടിയാണ് കാണുന്നത്. പക്ഷേ ശരിക്കും ഇതൊരു ഫ്യൂഷ്യ പിങ്ക് ആയിട്ടാണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ഞാൻ ഏതാണ്ട് ഒരു 870 റുപ്പീസിനാണ് ആമസോണിൽ നിന്ന് വാങ്ങിയത്. ഞാൻ വാങ്ങിച്ച സൈസ് എന്ന് പറയുന്നത് 2 to 3 ഇയേഴ്സ് ആണ് ഞാൻ വാങ്ങിച്ചത്. മോൾക്ക് ഇപ്പോൾ 3 ഇയേഴ്സ് ആയി. അപ്പം നിങ്ങൾ വാങ്ങുകയാണെങ്കിൽ തീർച്ചയായിട്ടും സൈസ് ചാർട്ടൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് വാങ്ങിക്കാം. ഇത് പെർഫെക്റ്റ്ലി ഫിറ്റിംഗ് ആയിരിക്കുമെന്ന് തോന്നുന്നു സൈസ് കണ്ടിട്ട്. പിന്നെ ഇതിൻ്റെ വാഷ് കെയർ പറഞ്ഞിട്ടുള്ളത് ഡ്രൈ ക്ലീനിങ് ആണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഈ ഒരു പാൻഡമിക്കിൻ്റെ ഒക്കെ സിറ്റുവേഷൻ ആയതുകൊണ്ട് തന്നെ ഇത് വാങ്ങി ഇതിപ്പോൾ നമ്മൾ അൺബോക്സ് ചെയ്തതാണെങ്കിലും അങ്ങനെ തന്നെ മോൾക്ക് ഇട്ട് കൊടുക്കാറില്ല. അതേത് ഡ്രസ്സ് ഇപ്പോൾ ഈ ഒരു സമയത്ത് വാങ്ങിയാലും ഫസ്റ്റ് ഒന്ന് നന്നായിട്ട് കഴുകിയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. ന്യൂ ബോൺ സ്റ്റേജിൽ അങ്ങനെ ചെയ്തിരുന്നു. ഇടയ്ക്ക് കഴിഞ്ഞ വർഷമൊക്കെ പലപ്പോഴും അങ്ങനെ ചെയ്യാതിരുന്നിട്ടുണ്ട്. പക്ഷേ ഈ ഒരു സിറ്റുവേഷനിൽ വീണ്ടും അത് ഫോളോ ചെയ്യാണ്. അപ്പോൾ ആദ്യം ഞാനിത് ജസ്റ്റ് ഹാൻഡ് വാഷ് ഒന്ന് ചെയ്തതിന് ശേഷമാണ് മോൾക്ക് ഇട്ട് കൊടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങളും ഏതോ പുതിയ ഡ്രസ്സ് വാങ്ങുകയാണെങ്കിലും ഒന്ന് നന്നായി കഴുകിയിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇനി അടുത്ത പ്രോഡക്റ്റ് നോക്കാം. ഇത് നമുക്ക് തുറന്ന് എന്താണെന്നുള്ളത് നോക്കാം. ഇതൊരു സെറ്റ് ഓഫ് 6 ബുക്സ് ആണ്. നമ്മൾ ഇതിനു മുൻപ് ഞാൻ ബുക്സിൻ്റെ സീരീസ് ചെയ്തപ്പോൾ ഇവരുടെ തന്നെ ഇത് ലേഡി ബേർഡിൻ്റെ ബുക്കാണ്. അപ്പോൾ ലേഡി ബേർഡിൻ്റെ നമ്മളൊരു ലിറ്റിൽ റെഡ് ഹെൻ എന്ന് പറഞ്ഞ ഒരു ബുക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതിനെക്കുറിച്ച് ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. വളരെ ഇഷ്ടമുള്ളൊരു ബുക്കാണ്. അപ്പോൾ അതിൽ അവർക്ക് ഒരുപാട് ചോയ്സ് ഉണ്ട്. അപ്പോൾ ആ ബുക്കിൻ്റെ പുറകെ തന്നെ ഈ ബുക്സിൻ്റെയൊക്കെ പടങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് കണ്ടിട്ട് ഈ ഒരു ബുക്ക് വാങ്ങി തരണം എന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്തായാലും ഈ ബർത്ത്ഡേക്ക് ഗിഫ്റ്റായിട്ട് എന്ത് വേണം എന്ന് ചോദിച്ചപ്പോൾ എന്നോട് കുറച്ച് കാര്യങ്ങൾ വേണം എന്ന് പറഞ്ഞതിലൊന്ന് ബുക്കാണ്. അപ്പോൾ എനിക്ക് കുറച്ച് ബുക്സ് വാങ്ങിച്ചു തരണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കേട്ടപ്പോൾ വളരെയധികം സന്തോഷം തോന്നി. അങ്ങനെ ഓർഡർ ചെയ്ത ബുക്കാണ്. ആക്ച്വലി ഈ ഒരു ബുക്ക് ഓർഡർ ചെയ്യാൻ ഇരിക്കുകയായിരുന്നു. പക്ഷേ മോള് തന്നെ ഇങ്ങോട്ട് ചോദിച്ചപ്പോഴത്തേക്കും ഞാൻ എന്നാൽ പിന്നെ ഈ ഒരു സെറ്റ് വാങ്ങിക്കാമെന്ന് കരുതിയിട്ടാണ് വാങ്ങിയത്. ആമസോണിൽ നിന്ന് തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ലിങ്ക് എന്തായാലും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. റെക്സ് ദ ബിഗ് ഡൈനോസർ കുഞ്ഞ് ബുക്സാണ്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. നമ്മുടെ ലിറ്റിൽ റെഡ് ഹെൻ്റെ സെയിം പാറ്റേണിൽ തന്നെ ഉള്ളതാണ്. ഒരുപാട് വലിയ പിക്ചേഴ്സും കുറച്ച് സെൻറ്റൻസസ് വായിക്കാനും ഉണ്ടാവും. കുറേയൊക്കെ കുട്ടികൾക്ക് ഇതുപോലെ പിക്ചേഴ്സ് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്ന രീതിയിലുള്ള സ്റ്റോറി ബുക്കാണ്. ദ പ്രിൻസസ് ആൻഡ് ദ പീ, പിന്നെ ദ ബിഗ് പാൻ കേക്ക്, ഓക്കെ, ദ എംപറേഴ്സ് ന്യൂ ക്ലോത്ത്സ്, ഓക്കെ, ഇതും ആ ഒരു രീതിയിൽ തന്നെയാണ്. പിന്നെ ദി അഗ്ലി ഡക്ലിങ്, ഇത് പെപ്പാ പിഗിൻ്റെ തന്നെ കുറേ ബുക്സ് നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ ഈ ക്യാരക്ടേഴ്സിനൊക്കെ വലിയ ഇഷ്ടമാണ്. അപ്പോൾ ഐ തിങ്ക് ഈ ബുക്കും മോൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും ഇതിൻ്റെ റിവ്യൂ ആയിട്ട് നമുക്ക് പിന്നെ ചെയ്യാം. ഇതിപ്പോൾ ജസ്റ്റ് ഒരു അൺബോക്സിംഗ് ആണ്. ഈ ബുക്സൊക്കെ വായിച്ചിട്ട് ഇഷ്ടമുള്ള ബുക്സ് ഏതാണെന്നൊക്കെ ഉള്ളത് ഞാൻ എന്തായാലും മറ്റൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. ഇതാണ് അടുത്ത പ്രോഡക്റ്റ്. ഇതെന്താണെന്നുള്ളത് നമുക്ക് തുറന്ന് നോക്കാം.
ഇത് നമ്മുടെ കയ്യിൽ നേരത്തെ ഉള്ള ഡോറയുടെ ബുക്കാണ്. ഇത് വലിയ ഇഷ്ടമാണ്. അപ്പോൾ ഇത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കവർ ചെയ്യണമെന്ന് വിചാരിച്ചാണ്, പക്ഷേ എനിക്ക് കാണിക്കാൻ പറ്റിയില്ല. പക്ഷേ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കാര്യവും ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു. ഇത് വലിയ ഇഷ്ടമുള്ളൊരു ബുക്കാണ്. അപ്പോൾ ഇത് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡോറേൻ്റെ ഒരു ബുക്കും കൂടി വാങ്ങിച്ചു തരണം എന്ന്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ബുക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിപ്പോൾ ഇന്ന് വന്നതേ ഉള്ളൂ, നമ്മളിപ്പോൾ തുറന്നതേ ഉള്ളൂ. നമ്മൾ ഓപ്പൺ ചെയ്തു. ഇറ്റ്സ് ഷെയറിംഗ് ഡേ എന്നാണ്. ഇതിലും ഒരുപാട് വലിയ പിക്ചേഴ്സൊക്കെ അവൈലബിൾ ആണ്. എനിക്കൊന്നും ഡോറേൻ്റെ മറ്റൊരു ബുക്ക് നമ്മുടെ കയ്യിലുള്ളതിൻ്റെ ഏതാണ്ട് സെയിം പാറ്റേണിൽ തന്നെയാണ് ഇതും വന്നിട്ടുള്ളത്. ഇത് കുറച്ച് വായിക്കാനുണ്ട്, പക്ഷെ എന്തായാലും നമ്മൾ വായിച്ചു കൊടുക്കുകയാണെങ്കിൽ കുട്ടികൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്ന ഒരു ബുക്കായിരിക്കുമെന്ന് തോന്നുന്നു. എന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു ബുക്കിൻ്റെയും റിവ്യൂ നമുക്ക് എന്തായാലും പിന്നെ മറ്റൊരു ദിവസം ചെയ്യാം. ഇനിയുള്ളത് ഇതാണ്. അപ്പോൾ ഇത് ബർത്ത്ഡേ സ്പെഷ്യലാണ് കേട്ടോ. അപ്പോൾ ഡെക്കറേഷനുള്ള സാധനങ്ങളാണ്. ഇത് നമ്മുടെ പേപ്പർ ഫ്ലവേഴ്സ് പോലെ ചെയ്യാനുള്ളതാണ്. ഇതും അത് തന്നെയാണ്. എന്താ ബേബി ഷാർക്കിൻ്റെ തീമാണ് കേട്ടോ ഞാൻ ഇത് ഇപ്രാവശ്യം വാങ്ങിച്ചിട്ടുള്ളത്. ഒരു ബേബി ഷാർക്ക് എന്ന് പറയുന്ന പാട്ട് ആൾക്ക് വലിയ ഇഷ്ടമാണ്. അത് പാടാനും അതിന് ഒത്ത് ഡാൻസ് കളിക്കാനും ഒക്കെ വലിയ ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്രാവശ്യം നമ്മൾ ഡെക്കറേഷൻ ചെയ്യുന്ന കൂട്ടത്തിൽ ബേബി ഷാർക്കിൻ്റെ തീമാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിലേക്കുള്ള സാധനങ്ങളാണ്. ഇതും ഒരു ഷാർക്കിൻ്റെ തന്നെയാണ്. ബാനറും അതുപോലെ തന്നെ ഹാപ്പി ബർത്ത്ഡേ എന്ന് എഴുതിയ ബാനറുമാണ് ഇതിൻ്റെ കൂട്ടത്തിൽ വരുന്നത്. ഇതെന്തായാലും ഇതൊന്ന് അസംബിൾ ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മളെന്തായാലും അസംബിൾ ചെയ്ത് ഡെക്കറേറ്റ് ചെയ്യുന്ന ഫോട്ടോസ് ഞാൻ എന്തായാലും ഷെയർ ചെയ്യാം. പിന്നെ അതിനോടൊപ്പം തന്നെ കുറച്ച് ബലൂൺസും കിട്ടിയിട്ടുണ്ട്. ഇത് നമ്മൾ അസംബിൾ ചെയ്യേണ്ടി വരും. ഇതിപ്പോൾ ലെറ്റേഴ്സാണ്. അപ്പോൾ അതെ ഹാപ്പി ബർത്ത്ഡേ ഓരോ ലെറ്ററായിട്ടാണ് വരുന്നത്. അപ്പോൾ ഇത് ഹാപ്പി ബർത്ത്ഡേ ബാനറാണ്. അപ്പോൾ ഇൻഡിവിജ്വൽ ലെറ്റേഴ്സായിട്ടാണ് അവർ അയക്കുക. അത് നമ്മളൊന്ന് അസംബിൾ ചെയ്ത് എടുക്കണം. പാർട്ടി പ്രോപ്സ് എന്ന് പറയുന്ന ബ്രാൻഡാണ്. അതിൻ്റെ ബേബി ഷാർക്ക് തീമാണ് നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത്. ഇതിൻ്റെ ലിങ്കും ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ഇത്രയും പ്രോഡക്റ്റ്സ് ആണ് ഇന്ന് അൺബോക്സ് ചെയ്യാനായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ കാണാം. ബൈ.